ഞാനൊരു ക്ലിപ്പ് വെച്ച് തരാം. ഇന്നത്തെ ലാലേട്ടൻ വന്നപ്പം എനിക്ക് ഒരുപാട് ചിരിക്കാൻ പറ്റിയൊരു സംഭവമായിരുന്നു. അതിൻ്റെ ഒരു ട്രോളും കൂടെ കണ്ടപ്പം നിങ്ങൾ ആദ്യം ക്ലിപ്പ് ഒന്ന് കണ്ടു. തീപ്പൊരിയായിട്ടാണ് വന്നതെങ്കിൽ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് കാട്ടുതീയായിട്ടാണ്. ക്ലിപ്പും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? 3 ദിവസം മുമ്പ് ഒരു ഭയങ്കര മാസമായിട്ടൊരു സംഭവമായിരുന്നു സത്യത്തിൽ ബിഗ് ബോസ് ഹൗസിൽ തന്നെ. സിജോയുടെ എൻട്രിയിൽ പറഞ്ഞൊരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് മോർണിംഗ് ടാസ്കിൽ ജിൻഡോനെ ആക്കി സംസാരിക്കുകയൊക്കെ ചെയ്തു. റണ്ണറപ്പായിട്ട് ജിൻഡോ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ കപ്പും തൂക്കിക്കൊണ്ട് പോകുന്നൊക്കെ. ജിൻഡോയുടെ ഒരു മറുപടി ഉണ്ടായിരുന്നു ലാലേട്ടൻ്റെ മുമ്പ് വെച്ചു. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. അത് സത്യം പറഞ്ഞ് ചിരിച്ചിരിച്ചിട്ട് പണ്ടാരം തുടങ്ങും. അത് സിജോ ശരിക്കും എനിക്ക് തോന്നിയത് കൂടുതലും ആൾ എന്നെ ഒരു ടാർഗറ്റ് ചെയ്യണ അദ്ദേഹം ഒരു കാട്ടുതീയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്തായിരുന്നാലും. കാരണം ഇവർക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. എനിക്ക് ഒട്ടും ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാൻ എനിക്ക് കുറച്ച് കളഞ്ഞ തീപ്പിടിക്കൊള്ളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഓപ്പൺ മൈൻഡിൽ പറഞ്ഞതാ. ഓക്കെ, ഇരിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് കണ്ടിട്ട് എൻ്റെ ദൈവം എനിക്ക് ചിരിച്ച് ഒരു പരുവായിപ്പോയി സത്യം പറഞ്ഞാൽ. നമ്മളത് പറഞ്ഞപ്പോൾ പല ബീജിയമായിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഈ സംഭവം. സത്യം കാട്ടുതീയായിട്ട് വന്നിട്ട് അവിടെ വേറെ ഇതായിട്ട് നിൽക്കുകയാണ്. പിന്നെ അൻസിപ്പ് മാത്രം അങ്ങോട്ട് ഇടയ്ക്ക് ഒന്ന് പൊക്കി പറഞ്ഞായിരുന്നു. പക്ഷെ അത് ജിൻഡോ പറഞ്ഞ ശരിയാ, വെറും തീപ്പൊട്ടിക്കൊള്ളിയായിട്ട് മാത്രമേ ഇല്ലാണ്ടായിപ്പോയി. അത് കഴിഞ്ഞിട്ട് അളിയൻ്റെ ഒരു ഊളച്ചിരി ഉണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഒക്കെ വന്നാലും ഇയാൾക്ക് ഇയാൾ തന്നെ കാണത്തുള്ളൂ ജിൻഡോയ്ക്ക്. കാരണം അതങ്ങനെ. കാരണം ഇന്നത്തെ എപ്പിസോഡിന് മുമ്പ് ലൈവ് കണ്ടപ്പോൾ എനിക്ക് എന്താ പറയണ്ട, ആ ഹൗസിലെല്ലാവരും കൂടെ ചേർന്നിട്ട് ജിൻഡുവിനെ എങ്ങനെ പുറത്താക്കാം, ഈ പുറത്തുനിന്ന് കളി കണ്ടിട്ട് എന്നമാരും അകത്ത് ചെന്നിട്ട് ഇതൊക്കെ തന്നെ പരിപാടി. കഷ്ടം തന്നെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.